സീരിയൽ താരം സിദ്ധാർത്ഥിനെ അറിയാത്തതായിട്ട് ചുരുക്കം ചില ആളുകളെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മഴവിൽ മനോരമയുടെ തട്ടിയും മുട്ടിയും എന്നൊരു ഒരു TV പ്രോഗ്രാമിലൂടെയാണ് സിദ്ധാർത്ഥ് ബാലതാരമായിട്ട് കയറി വരുന്നത്. അപ്പം ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല റേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അത്യാവശ്യം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമായിരുന്നു തട്ടിമുട്ടിയും. ഒരു ഫാമിലിയിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രോഗ്രാമിൽ ബാലതാരമായിട്ടാണ് സിദ്ധാർത്ഥ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇപ്പം ആ പ്രോഗ്രാമില്ല. ഇപ്പം സിദ്ധാർത്ഥ് ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് അഭിനയിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അതിനകത്താണ് സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് മദ്യപിച്ച് ലെക്ക് കേട്ട്, മദ്യം മാത്രമാണോ എന്നറിയത്തില്ല, കഞ്ചാവിനും കള്ളിനും MDMA-ക്കൊക്കെ അടിമയായിട്ട് നടക്കുന്ന ഒരാളാണെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. അപ്പം ഇവൻ അമിതമായിട്ട് മദ്യപിച്ച് ഓവർ സ്പീഡിൽ കാർ ഓടിച്ച് വഴിയിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനെ കൊണ്ട് ഇടിച്ച് ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പം നാട്ടുകാരെല്ലാം കൂടെ സിദ്ധാർത്ഥിനെ പഞ്ഞിക്കിട്ടു. ചോദ്യം ചെയ്യാൻ പോയ നാട്ടുകാരെ മെക്കിട്ട് കയറാൻ പോയ സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു പഞ്ഞിക്കിട്ടു പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഈ അമിതമായിട്ട് സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും അതുപോലെ സീരിയൽ താരങ്ങളെയും, ബാലതാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സീരിയൽ നടന്മാരായിക്കോട്ടെ നടികളായിക്കോട്ടെ, ഇവരെയൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് യാദൃച്ഛികമായിട്ട്. നമ്മളൊക്കെ ഒട്ടും ചിന്തിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ കഴിഞ്ഞൊരു മാസം മുമ്പും ഈ സിദ്ധാർത്ഥിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. അപ്പം അതിനകത്തൊക്കെ എന്തൊരു നല്ല പേഴ്സണാലിറ്റിയും കാര്യങ്ങളും, എന്ത് നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും എടുക്കുന്നതും. കാരണം അത്രയ്ക്കും നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു പയ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതോടുകൂടി ഈ ഒരു സംഭവത്തോടുകൂടി അതൊക്കെ നഷ്ടപ്പെട്ടു. പല ആൾക്കാരെയും മനസ്സിൽ സിദ്ധാർത്ഥിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നഷ്ടപ്പെട്ടു. കാരണം അവൻ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവൻ്റെ ഒരു ഇമേജ് ഈ ഒരു ദിവസം കൊണ്ട് അവൻ നശിപ്പിച്ചു അല്ലേ. അവൻ തന്നെ പല ഇൻ്റർവ്യൂസിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അവൻ എത്തിയെന്ന് അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ദിവസം കൊണ്ട് അവൻ നശിപ്പിച്ചില്ല അല്ലേ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 89-90% ഈ സിനിമാ മേഖല അല്ലെങ്കിൽ സീരിയൽ മേഖലയിലേക്ക് നിൽക്കുന്ന ആൾക്കാരുടെ റിയൽ ലൈഫൊക്കെ ഇത് തന്നെ ആയിരിക്കും. അന്ധമായിട്ട് ആരാധിക്കുന്ന ജനങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇവരെയൊക്കെ റിയൽ ലൈഫ് വെറും വട്ടപൂജ്യമാണ്. ജസ്റ്റ് ഇവരെയൊക്കെ സിനിമയോ സീരിയലോ കണ്ട് ജസ്റ്റ് കളയുക എന്നല്ലാതെ ഇവരെ അന്ധമായിട്ട് തലയിൽ കയറ്റി വെച്ച് ആരാധിക്കാതിരിക്കുക. ആരാധിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക്, അവരെ ആരാധിക്കുന്നതുകൊണ്ടും അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഷോക്കായി പോകുന്നത്. ഇവൻ ഇങ്ങനെയുള്ളൊരു പയ്യനായിരുന്നു അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം ആ ഒരു അപകടം ഉണ്ടായതിന് ശേഷം അത്രയും ലെക്ക് കെട്ടും തലയ്ക്ക് വെളിവ് പോലും ഇല്ലാതെയാണ് അവിടെ ഇറങ്ങി നിന്ന് ഓരോ പരാക്രമങ്ങളൊക്കെ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ യുവതാരം കാണിച്ചു കൂട്ടുന്നത്. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അത് വിട്ടേക്ക് എനിക്ക് കാല് പോലീസ് വിളിക്കാറുണ്ട്. ആരും വിളിക്കണോ? ഉപ്പുമുളകില്ല, ഉപ്പുമുളക് ഇവരെല്ലാം ഇടിച്ചിട്ടപ്പാ പുള്ളിനെ. പാവ വഴി കിടന്ന് കണ്ടിട്ട് ഇവ ഇടിച്ചിട്ട് കെമിക്കൽ ആര് കണ്ടാലും എനിക്ക് വിഷയമില്ല, ഈ വീഡിയോ കണ്ടാലും എനിക്ക് വിഷയമില്ല. ദൈവം, നിയമം, കോടതി
ഞങ്ങൾ വഴി വന്നേ, നീ എന്നെ ചവിട്ടി. മരുന്ന് എന്നെ പോക്കെ പോണേ എല്ലാം നീ അല്ല പുള്ളിനെ ഇടിച്ചിട്ട് എന്താല്ല ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ 26 വയസ്സും കണ്ടേ ഉള്ളൂ ഈ സിദ്ധാർത്ഥിന്. ഈ ഒരു പ്രായത്തിൽ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിനും അടിമയായിട്ട്, അതും ഓവർ സ്പീഡിൽ, ഇതെല്ലാം അടിച്ചു കയറ്റി തലയ്ക്ക് ലെവലില്ലാതെ ഓവർ സ്പീഡിൽ മറ്റുള്ളവരുടെ ജീവന് വരെ ഭീഷണിയാവുന്നുള്ള രീതിയിലാണ് ഒരു ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു കോട്ടയം ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന് ഡെയിലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മദ്യപിച്ച് ലെക്ക് കെട്ട് അമിത സ്പീഡിൽ, ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന സിദ്ധാർത്ഥിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടത്. എന്തല്ലേ ഇത്രയും ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ പൈസകൾ കൈ വരുന്നതിൻ്റെ ഒരു വിഷയമാണ്. പൈസകൾ, ഓവറായിട്ടുള്ള പൈസകൾ കയ്യിൽ വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്നൊരു കുത്തിക്കഴുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ പൈസ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് ചിന്താഗതികളൊക്കെ നമുക്ക് വന്നു ചേരും. കുറച്ച് കള്ള് കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് MDMA അടിക്കാം, കുറച്ച് കഞ്ചാവ് അടിക്കാം, എന്തായാലും വെറുതെ കുറച്ച് പൈസ ഓവറായിട്ട് കയ്യിലിരിക്കുമല്ലേ എന്നുള്ള ചിന്താഗതിയൊക്കെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സിദ്ധാർത്ഥ് വെറും ചെറുപ്പം മുതലേ ചെറുതായിരിക്കുമ്പോഴേ ബാലതാരമായിട്ട് കയറി വന്ന ഒരു വ്യക്തിയാണ്, ഒരു പയ്യനാണ് അല്ലേ. അപ്പം പഠിക്കാൻ പോകേണ്ട സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള സീരിയലിനകത്ത് അഭിനയിക്കാൻ പോയിട്ട് അമിതമായിട്ടുള്ള പൈസ കൈ വന്നതിൻ്റെ കുഴപ്പമാണ്. പഠിക്കാൻ പോകേണ്ട പ്രായത്തിൽ പഠിക്കാൻ പോവാതെ വിവരവും ഈ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന അവൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആലോചിച്ചത് വേറെ ഒന്നുമല്ല, ഈ ഡെയിലി ഇങ്ങനെ മദ്യപിച്ച് ഇത്രയും ലെക്ക് കെട്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരൊന്നും പറയത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതോ വീട്ടിൽ പോക്കില്ലേ ഇവൻ? എന്തായാലും ഇതിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവരെയൊക്കെ റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നല്ലേ. അന്ധമായിട്ട് ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ഇവരെയൊക്കെ റിയൽ ലൈഫ് വെറും വട്ടപൂജയാണെന്ന്. എന്തായാലും ഈ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും. മദ്യലഹരിയിൽ കാർ ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ കേസ്. സിദ്ധാർത്ഥിന്റെ കാർ വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്നു. കോട്ടയം നാട്ടകത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ഇന്നലെ രാത്രിയിലാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചത്. മോട്ടോർ വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാര് ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണകാരിയായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ട് സ്ഥിരീകരിച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അപകടമുണ്ടാക്കിയതിന് സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ നിലവിൽ ചിങ്ങവനം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാകുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കാറ് ഇപ്പോഴും റോഡ് വശത്ത് കിടക്കുകയായിരുന്നു. എന്തായാലും രാത്രിയിൽ വലിയ രീതിയിൽ അക്രമാസക്തരായിട്ട് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും വഴിയാത്രക്കാരെ ഇടിക്കുകയും നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ. എന്തായാലും ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരൻ്റെ അന്നം മുട്ടിച്ചെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഗണപതി, സിനിമാ നടനായിട്ടുള്ള ഗണപതി, അതൊരു ബാലതാരമായിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഈ ഗണപതിയെ ഇതിനു മുമ്പ് ഇതുപോലെ അമിതമായിട്ട് മദ്യപിച്ച് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പോലീസ് പിടിക്കുകയുണ്ടായി. ആ ഒരു വാർത്തയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ആ ഒരു ന്യൂസിനകത്തൊക്കെ, ആ ഒരു വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനെതിരെയൊന്നും വലിയ കേസൊന്നും എടുക്കാൻ പോകുന്നില്ല. കാരണം അന്ന് ഗണപതിയെ വെറുതെ വിട്ടിയാണ്, ഈ ഒരു കേസ് ചുമ്മാ എഴുതി വെച്ചിട്ട് വെറുതെ വിട്ടിയാണ്. അതുപോലേക്ക് ഇതൊക്കെ സംഭവിക്കും. അല്ലാതെ ഇതിനകത്തൊന്നും ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അപ്പം ഇതുപോലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കുക. ഇതുപോലുള്ള ഇത്രയും തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന, മദ്യപിക്കുക എന്ന് പറയുമ്പം മദ്യപിക്കുന്ന ആളുകൾ കാണുമായിരിക്കും, ഒരുപാട് ആളുകൾ കാണുമായിരിക്കും. പക്ഷേ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ ആരും അറിയത്തില്ല, കാണത്തില്ല, അവരാരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇതുപോലുള്ള മറ്റുള്ളവർക്കും കൂടെ മാതൃകയായിട്ട് കൊണ്ടുപോകുന്ന, ഇപ്പം ഇതുപോലുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള സീരിയലിൻ്റെ അഡിക്റ്റായിട്ട് അവരുടെ ലൈഫിലും അത് പിൻപറ്റിക്കൊണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കുറച്ചുകൂടെ അവരെ ജീവിത രീതിയൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവരൊരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സീരിയൽ താരമാണ്, സിനിമാ നടനാണ് എന്നൊരു ബോധം കൂടെ വേണം. പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്
എന്താണ് ചെയ്യേണ്ടത്, എന്ത് നല്ല കാര്യമാണ് ചെയ്യേണ്ടത്, എന്ത് മോശം കാര്യം അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് പറയുന്നത്. ഇവിടെ ഇവൻ കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ലതും നഷ്ടപ്പെടാറുണ്ടോ? നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഇവരെ പരിപാടി മെനക്കെട്ടിരുന്ന് കുത്തിയിരുന്ന ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ സമയം ചിലവഴിച്ച് പരിപാടി കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ വരെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ കള്ള് കുടിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് നടക്കുന്ന ഇതുപോലുള്ള അവരെ പരിപാടിയൊന്നും കാണാതിരിക്കുക, ബഹിഷ്കരിക്കുക. അതാണ് വേണ്ടുന്നത്. ഇനി ഈ സിദ്ധാർത്ഥിനെ അഭിനയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം മുളയുന്ന ഉറപ്പായിട്ടും എടുത്ത് തൂക്കി വെളിയെടുത്ത് കളയും. കാരണം ഫ്ലവേഴ്സ് എന്നൊരു ചാനൽ നല്ല രീതിയിൽ അവരെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോകുന്നൊരു ചാനലാണ്. പ്രത്യേകിച്ച് ഉപ്പുമുളക് എന്നൊരു പ്രോഗ്രാം നല്ല രീതിയിൽ റേറ്റിങ്ങിൽ മുൻപന്തിയിലുള്ളൊരു പ്രോഗ്രാമാണ് അല്ലേ. ഇപ്പം അതിനകത്ത് അഭിനയിക്കുന്ന ബാലു അവരൊക്കെ പോയതിന് ശേഷവും ഇപ്പം ബാലു എന്ന് പറയുന്ന ആ പുള്ളിയും നീലു എന്ന് പറയുന്ന അവർ രണ്ടും മാറിയിട്ട് പോലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റിങ്ങിനൊരു മാറ്റവും ഇല്ല. ഇതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ്. അപ്പം ഇതുപോലുള്ളൊരു വിഷയത്തിൽ കേസിലകപ്പെട്ട് വീണ്ടും ആ ഒരു വ്യക്തി ആ ഒരു പ്രോഗ്രാമിലോട്ട് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ ഈ ഒരു പ്രോഗ്രാം ബഹിഷ്കരിക്കും. ഈ ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് കുറയും. പതിയെ ഈ ഒരു പ്രോഗ്രാം കൂട്ടിക്കെട്ടേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെ വരും. ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ് സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാം. സ്റ്റാർ മാജിക് എന്താണ് നിർത്തിയത്? അവസാന സമയങ്ങളായപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റേറ്റിങ്ങിൽ ഇടിവും അതിൻ്റെ ഒരു വ്യൂവർഷിപ്പും അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞു, ഇനി ഈ ഒരു പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഇൻഡ് ആയിക്കഴിഞ്ഞു. കാരണം അത് ജനങ്ങളിലേക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ജനങ്ങൾ അത് സ്വീകരിച്ചു. അതിൻ്റെ ഒരു മാക്സിമം ആയി. ഇനി ആ ഒരു പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വെറുതെ കൊണ്ടുപോകാന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് ഡയറക്ടർ തന്നെ പറഞ്ഞാണ്. അനൂപ് പുള്ളി തന്നെ പറഞ്ഞതാണ് ഒരു ഇൻ്റർവ്യൂവിനകത്ത്. അപ്പം അതുപോലെ ആയിരിക്കും ഈ ഒരു കേസിനകത്തും. അപ്പോൾ ഉറപ്പായിട്ടും എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിനെ മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിദ്ധാർത്ഥ് ഉപ്പുമുളകിൽ വന്നതിന് ശേഷം ഫ്ലവേഴ്സിൻ്റെ തന്നെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. ഈ പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു മനുഷ്യനാണ്, അതുപോലെ ബാലതാരമായിട്ട് തട്ടിമുട്ടി എന്നൊരു പ്രോഗ്രാമിൽ വന്ന സമയത്ത് കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കയറി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും ഹാർഡ് വർക്കും അല്ലെങ്കിൽ ഇത്രയും ഞാൻ നല്ലവനാണ് എന്ന് പറയുന്ന സിദ്ധാർത്ഥ് സ്വയം ജീവിതത്തിൽ തോറ്റുപോയൊരവസ്ഥയാണ് ഞാൻ ഇന്നലെ ഈ ഒരു സംഭവത്തോടുകൂടി കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അവൻ്റെ ഒരു ഇമേജ്, അവനിലെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അത് തന്നെയാണ് അവൻ നശിപ്പിച്ച് കളഞ്ഞത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം അവൻ കഷ്ടപ്പെട്ട അവൻ്റെ അധ്വാനങ്ങളൊക്കെ വെറുതെ ആയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു പ്രവൃത്തിയാണോ നമ്മൾ കണ്ടത്? മദ്യപിച്ചോ? കുഴപ്പമില്ല, മദ്യപിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. മദ്യപിച്ചോ? കുഴപ്പമില്ല. പക്ഷേ അത് മദ്യപിച്ച് ലെക്ക് കെട്ട് അമിത സ്പീഡിൽ വണ്ടി ഓടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇടിച്ച് മറ്റുള്ളവരെ ജീവനും കൂടെ അപകടത്തിലാക്കുന്ന രീതിയിൽ ഒരു സ്വഭാവം, അതൊരു നല്ല സ്വഭാവം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ അത് അവരവരെ പേഴ്സണൽ ലൈഫിൽ മാത്രം ഒതുക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. മദ്യപിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് പബ്ലിക്കിനെ അറ്റാക്ക് ചെയ്യുക, അതുപോലെ പബ്ലിക്കിലുള്ള വസ്തുക്കളൊക്കെ നശിപ്പിക്കുക, അതൊക്കെ ഒരു നല്ല മനുഷ്യന്, ഒരു നല്ല സ്വഭാവമുള്ള ഒരാൾക്ക് ചേരുന്ന കാര്യമല്ല. അപ്പോൾ എന്നാൽ ആ ഒരു ഇന്റർവ്യൂവിന്റെ ജസ്റ്റ് കുറച്ചൊരു ഭാഗം കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും. ഞാനും എന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് തന്നെയാണ് തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മഴവിൽ മനോരമയിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ആ സിറ്റ്കോമിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ അഭിനയത്തിന്റെ എങ്ങനെ ഡയലോഗ് പറയണമെന്നോ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നോ യാതൊരു ഐഡിയ ഇല്ലാതെ വന്ന് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവിടുത്തെ ഡയറക്ടറും എല്ലാ ആർട്ടിസ്റ്റുകളും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് എത്തിപ്പെട്ടതാണ് ഈ മേഖലയിൽ. പക്ഷേ ഞാനൊരു നല്ല മനുഷ്യനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സൈഡിൽ ബിസിനസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠനം കംപ്ലീറ്റ് ചെയ്ത് എനിക്കിപ്പോൾ വയസ്സ് 26. മലയാളി പെൺകുട്ടികളുടെ ക്രഷൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന 12 വയസ്സൊക്കെ. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്. ആ അവതാരിക ചോദിക്കുന്നുണ്ടായിരുന്നു, പെൺപിള്ളേർക്കൊക്കെ ക്രഷ് തോന്നുമല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തോന്നും. കാരണം ഈ ഒരു വീഡിയോയും കൂടെ ഇന്നലത്തെ ഈ ഒരു സംഭവം കൂടെ കണ്ടു കഴിഞ്ഞാൽ പെൺപിള്ളേരൊക്കെ ഉറപ്പായിട്ടും ക്രഷ് തോന്നും സിദ്ധാർത്ഥിനോട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും കൊള്ളാം. എന്തായാലും ഇതുപോലുള്ള ബാലതാരങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം, തനി നിറങ്ങളൊക്കെ ഇതൊക്കെയാണെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എന്താ അല്ലേ, പെട്ടെന്ന് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോവും. ഇവൻ ഇങ്ങനെ ആയിരുന്നു,
ഇവളിങ്ങനെ ആയിരുന്നു എന്നൊക്കെ. ഇപ്പം മദ്യപിക്കുന്നത് അത് വലിയൊരു കുറ്റമാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, സിഗരറ്റ് വലിക്കുന്ന ആളല്ല. പക്ഷേ ഈ മദ്യപിക്കുന്ന ആൾക്കാർ അത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് ഒതുക്കി തീർക്കേണ്ട കാര്യമാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് അത് ശിക്ഷാർഹം തന്നെയാണ്. അത് നല്ല കാര്യമല്ല, അത് കുറ്റം തന്നെയാണ്. അത് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. കാരണം ഞാൻ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ അടിയിലൊക്കെ. അപ്പം ആ സമയത്ത് വീഡിയോ എടുക്കുന്ന ആളുകളെ തെറി വിളിക്കുന്നത്, ചീത്ത വിളിക്കുന്നത്, ഒരു കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ ഒരു കമൻറ്റിലൂടെ പറയുന്നുണ്ടായിരുന്നു, ഇത് അത്രയും ചെയ്തിട്ടും അവനെ കെട്ടിയിട്ടു, അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു, എന്നിട്ട് അവൻ്റെ വീഡിയോ എടുത്ത് പബ്ലിക്കിലിട്ടു, ഇത് നല്ല കാര്യമാണെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നതുകൊണ്ടല്ലേ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ തനി സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇവനൊക്കെ നല്ല പുള്ളയാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇവനൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന അതുപോലെ തന്നെയാണ് ഇവൻ്റെയൊക്കെ റിയൽ ലൈഫിലെ സ്വഭാവങ്ങളും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ടല്ലേ പറ്റൂ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യരുത്. അതാണ് വേണ്ടുന്നത്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കണം. അതല്ല മറ്റൊരുത്തൻ്റെ മെക്കിട്ട് കയറാനും മറ്റുള്ളവൻ്റെ ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിൽ ആക്കാതിരിക്കുക ആണ് വേണ്ടുന്നത്. ഇപ്പം നമ്മൾ ഈ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ സമയത്ത് ആ വണ്ടി കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മക്കളെയോ നിങ്ങളെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ അവിടെ എങ്ങനെ പ്രതികരിക്കും? ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടോ ആ മനുഷ്യന് ഒന്നും സംഭവിച്ചിട്ടില്ല, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ സംഭവ സ്ഥലത്ത് അയാൾ ആ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അത് ആർക്ക് നഷ്ടപ്പെട്ടേനെ? ഇവൻ്റെ ഈ അറാമ്പറപ്പ് കാരണം ആ വീട്ടുകാർക്ക് പോയേനെ അല്ലേ? ആ വീട്ടുകാരെ അന്നം മുട്ടിയേനെ. അങ്ങനെ കൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്.